ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമത്തിന്റെ നാമാർത്ഥത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വളരെ ഉയർന്ന ലളിതാ സഹസ്രനാമത്തിന്റെ നാമങ്ങളുടെ അർത്ഥം പറയുക എന്ന് പറയുന്നത് വളരെ വളരെ ക്ലേശകരമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പല തത്വങ്ങൾ അടങ്ങിയ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ദേവിയുടെ പഞ്ചദശാക്ഷരി മന്ത്രം വരെ കണ്ടു. അപ്പോൾ മന്മഥൻ മഹാവിഷ്ണു പുത്രനാണെന്നും മന്മഥൻ ദേവിയുടെ പഞ്ചദശാക്ഷരി മന്ത്രം ഉണ്ടാക്കിയ 12 പേരിൽ ഒരാളാണെന്നും നമ്മൾ കണ്ടു, ഇല്ലേ? അപ്പൊ മഹാലക്ഷ്മി മന്മഥന് മന്ത്രോപദേശം കൊടുത്തു. അപ്പൊ മനുവിദ്യ, ചന്ദ്രവിദ്യ, അതുപോലെ തന്നെ മന്മഥ വിദ്യ എന്ന് പറയുന്ന പഞ്ചദശാക്ഷരി മന്ത്രവും ഉണ്ട്. അപ്പൊ ശിവന്റേതായിട്ടുള്ള, അതായത് ദേവകാര്യത്തിനായിട്ട് ആ ഒരു നമുക്കറിയാം മന്മഥന്റെ കഥ നമുക്കറിയാം. ശിവകോപത്തില് ആ ഒരു എന്താ പറയാ മന്മഥൻ ചാമ്പലായി, അല്ലെ? മന്മഥൻ ശിവകോപത്തിൽ എരിഞ്ഞ് ആ ഒരു ജീവൻ, പിന്നെ ആ ജീവന് വേറൊരു ശരീരം കിട്ടിയില്ല. അപ്പൊ ഗണപതി എന്ന് പറയുന്ന ചിത്രകാമൻ, അല്ലെങ്കിൽ ആ ഒരു വിചിത്രമായിട്ടിരിക്കുന്ന ആ ഒരു ശരീരത്തോടു കൂടിയ കൈലാസത്തിലുള്ള ഒരു ചെറിയ കുട്ടി ആ ഒരു ഭസ്മത്തെ വച്ച് ഒരു രൂപമുണ്ടാക്കിയെന്നും അതിനെ ഒരു ബ്രഹ്മാവ് അതിനെ പേരിട്ടു ഭണ്ഡനെന്ന്. ഇത് പല പല കഥകൾ നമുക്ക് കാണാം. അപ്പോൾ അവിടെ ആ ഒരു ശതരുദ്രിയം, ആ ഭണ്ഡൻ പിന്നെ ശതരുദ്രിയം ജപിച്ച് ശിവന്റെ അനുഗ്രഹം നേടിയെന്ന് കഥ. 60,000 വർഷം ദേവലോകത്ത് അദ്ദേഹം വാണു. അപ്പോ ദേവലോകത്തിന്റെ എന്താ പറയാ, ദേവലോകം എല്ലാവർക്കും എന്താ പറയാ കുറച്ചു നാള് കഴിയുമ്പോൾ അഹങ്കാരം ഉണ്ടാകും. ഭണ്ഡനും അതുപോലെ അധികാരം കൊണ്ട് ദേവന്മാരെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ഒരു സ്ത്രീയാൽ മാത്രമാണ് വധിക്കും എന്നുള്ള വരം മേടിച്ചിട്ടുണ്ട് ഭണ്ഡൻ. താൻ വളരെ ശക്തനാണ്, അതുകൊണ്ട് ഒരു സ്ത്രീക്കും തന്നെ വധിക്കാൻ പറ്റില്ല എന്ന പൂർണ്ണ വിശ്വാസവും ധൈര്യവും ഭണ്ഡനുണ്ടായിരുന്നു. അപ്പൊ ദേവന്മാര് പരാശക്തിയിലൂടെ, പ്രത്യേകിച്ച് എന്താ പറയാ, ദേവിയെ ഒരു യാഗം നടത്തി പ്രത്യക്ഷപ്പെടുത്തിയെന്നും അവിടെ അഷ്ടമംഗല്യത്തില്, അതായത് സുമംഗലി ദേവി ഒരു സുമംഗലിയായിട്ട് മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ദേവന്മാര് എന്താ പറയാ ശക്തി ഉപാസനയാണ് വേണ്ടത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞ് ആ ഒരു പരാശക്തിയെ ധ്യാനം ചെയ്തു. നമുക്കറിയാം കാരണം പരാശക്തി ധ്യാനം എന്ന് പറയുന്നത് ദേവിക്ക് പ്രത്യേക ഒരു രൂപം കൊടുത്ത് ദേവിയെ ധ്യാനിക്കുന്നതിനെയാണ്. അപ്പോ ഈ മന്മഥനെ പോലെ തന്നെ എന്താ പറയാ അഷ്ടദിക് പാലകരെല്ലാം തന്നെ ദേവിക്ക് ഓരോ മന്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അഗ്നിവിദ്യ, അഗ്നിയുടേത് യമവിദ്യ. അപ്പോ എന്താ പറയാ, ഓരോരുത്തരും ദേവിയെ ഉപാസിച്ച് അത്ര ഉയർന്ന തലത്തിൽ എത്തണമെങ്കിൽ ദേവി ഉപാസന കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പൊ ശിവൻ കോപിച്ചാല് പടിഞ്ഞാട്ട് ദർശനമാക്കി എല്ലാം എരിഞ്ഞ് ചാമ്പലാകുമെന്ന് പറയാറുണ്ട്. അപ്പൊ ഗണപതിക്ക് മാത്രമേ ശിവകോപത്തെ തടുക്കാൻ ശക്തിയുള്ളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് ഈ പറഞ്ഞ ഈ ചാമ്പല് കൊണ്ട് ഉണ്ടാക്കിയത് ഗണപതിയാണെന്ന് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ഭണ്ഡാസുരനെ, ആ ഭണ്ഡാസുരന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനായിട്ട് ശക്തിയായിട്ട് ഒരു ദേവിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അറിഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാല് ആ ഒരു യാഗം എന്ന് പറയുന്നത് തന്റെ ശരീരഭാഗങ്ങളെ വരെ ഹോമിക്കുന്ന ഉയർന്ന ഒരു യാഗമാണ് വിന്ധ്യാപർവ്വതത്തിന്റെ ചരിവില് ദേവന്മാര് നടത്തിയത്. പരാശക്തിയെ വളരെ ഉയർന്ന രീതിയിൽ തന്നെ അവർ ഉപാസിച്ചു. ശ്രീ ലളിതാംബികയായിട്ട് ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ള രീതിയിൽ തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്നും മന്ത്രവും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയെ തന്നെയാണ് അവർ ഉപാസിച്ചത്. അങ്ങനെ അവര് ദേവന്മാർക്ക് നഷ്ടപ്പെട്ട ശക്തിയെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഭണ്ഡാസുര വധത്തിനായിട്ട് ദേവി ആവിർഭൂതയായി എന്നും ഭണ്ഡാസുരനെ വധിച്ചു എന്നും നമ്മള് പല പ്രാവശ്യം ഇതിന്റെ കഥകൾ കേട്ടു. അപ്പൊ ശ്രീമാത പരാശക്തി എന്ന് പറയുന്ന സൃഷ്ടി കാരണവും എല്ലാ ദേവന്മാരും ദേവിക്ക് ഓരോ ആയുധങ്ങൾ സമ്മാനിച്ചു എന്നും, ആ ഒരു എന്താ പറയാ, ശിവൻ ത്രിശൂലം കൊടുത്തു, വിഷ്ണു സുദർശന ചക്രം കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ കഥയിൽ പറയുന്നത്. അപ്പൊ മന്ത്രശക്തി, അതായത് മന്ത്രശക്തി കൊണ്ട് ഈ പറയുന്ന ഇതെല്ലാം തന്നെ ദേവിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതെല്ലാം ഈ പറയുന്ന ആയുധങ്ങളെല്ലാം തന്നെ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് മന്ത്രശക്തിയായിട്ടാണ് ദേവിക്ക് കൊടുക്കുന്നത്. അപ്പൊ ദേവി ഇതെല്ലാം ഇല്ലാത്തതാണോ എന്ന് വെച്ചാൽ അല്ല. കാരണം ഈ പറഞ്ഞ ദേവന്മാരെല്ലാം ദേവിയിൽ നിന്ന് വന്നവരാണ്. അപ്പൊ
ശക്തി കൊണ്ട് രാക്ഷസന്മാരെ നശിപ്പിക്കാൻ സാധിക്കും. അപ്പൊ കൂടുതലായിട്ട് തങ്ങളുടെ പങ്ക് കൂടെ അവർ കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദേവന്മാരെ, ഋഷിമാരെ എല്ലാം തന്നെ അവരുടെ എല്ലാ ശക്തിയും ദേവിക്ക് സമർപ്പിക്കണം. അതുപോലെയാണ് നമ്മളും. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ദേവി തന്നതാണ്. അപ്പൊ തിരിച്ച് ദേവിക്ക് സമർപ്പിക്കുമ്പോൾ എന്താ? അത് പൂർവാധികം ശക്തമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുക ചെയ്യാം. അപ്പൊ സർവശക്തി, സർവസമന്വിതയായിട്ട് ദേവി ഖണ്ഡവധം ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ ദേവി ആ ഒരു ശോണിതപുരം, ശൂന്യകം എന്ന് പറയുന്ന നഗരം നശിപ്പിച്ച് ആ ഒരു ഭണ്ഡനെ വധിക്കുന്ന ദേവി. അപ്പൊ പരമേശ്വരനെ വിവാഹം കഴിക്കുന്നു. അപ്പൊ ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ആ ഒരു മയൻ, വിശ്വകർമ്മ, വിശ്വശില്പി, ആ ഒരു എന്താ പറയാ, ശ്രീനഗരം, ശ്രീപുരങ്ങള്, 16 ശ്രീപുരങ്ങൾ നിർമ്മിച്ചുവെന്നും ദേവി ആ ഒരു അവിടെ എല്ലാം തന്നെ ശിവനുമായിട്ട് ചേർന്ന് നമ്മുടെ ആ ഒരു ഭൂലോകത്തെ മാത്രമല്ല അനേക ബ്രഹ്മാണ്ടങ്ങളെ ഭരിക്കുന്ന ഒരു മഹാറാണിയായിട്ട് ചിന്താമണി ഗ്രഹത്തില് ശിവശക്തിയാകുന്ന ബിന്ദുപീഠത്തില് താമസിക്കുന്നു. ഇന്നും ദേവി അവിടെയാണ് ഇരിക്കണമെന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പോ ഈ ശരിക്കും പറഞ്ഞ മന്ത്രധ്വനികൾ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള തരംഗങ്ങളാണ് അല്ലെ. അപ്പൊ ഓം ഹും ഹും ഫട്ട് സ്വാഹ ഇതെല്ലാം തന്നെ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്ന മന്ത്രങ്ങളാണ്. അപ്പോ ദേവി ഈ ഒരു മന്ത്രസ്വരൂപിണിയായിട്ട് ദേവി ചിന്താമണി ഗ്രഹത്തിനുള്ളില് ശിവകാമേശ്വര അംഗത്തില് ഇരുന്നു കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ എന്താ പറയാ നിയാമക ശക്തിയായിട്ട് വർത്തിക്കുന്നത്. അപ്പോ ആ ഒരു ഉപാസകൻ, അതായത് ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ലളിതാ ത്രിപുര സുന്ദരി പൂജ കരിഷി എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ എപ്പോഴും ഉപാസകരാണ്. നമുക്ക് വേണ്ടത് എന്താ? ജ്ഞാനവൈരാഗ്യങ്ങളാണ് വേണ്ടത് അല്ലെ. ഇപ്പൊ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമുക്ക് അങ്ങ് ദേവിയോട് പറയാം, അമ്മ ഞങ്ങൾക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ തരൂ. ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ലളിതാ സഹസ്രനാമ പാരായണം കരിഷി എന്ന് നമുക്ക് പറയാം. ദേവിക്ക് പ്രേമഭക്തിയാണ് വേണ്ടത്. കാരണം ശരിക്കും പറഞ്ഞാല് ഒരു പ്ലസ്സോ മൈനസോ എന്ത് വന്നാലും അത് ഭഗവതിയുടെ ഇച്ഛയാണ് അല്ലേ. ആ ഉള്ള ഒരു അക്സെപ്റ്റൻസ് നമുക്ക് വേണം. പ്രേമഭക്തിക്ക് ഉദാഹരണം പ്രഹ്ലാദനാണ്. ഇപ്പൊ പ്രഹ്ലാദൻ എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞ് നരസിംഹമൂർത്തിയുടെ ആ ഭയങ്കര ഉഗ്രമായ രൂപത്തെ കാണുന്നില്ല. അവിടെ പ്രേമഭക്തിയോടുകൂടി ആ ഭഗവാന്റെ അടുത്ത് എല്ലാവരും ഭയന്ന്, ലക്ഷ്മി ദേവി പോലും അടുത്ത് ചെല്ലാൻ ഭയന്ന് നിന്ന ആ ഒരു നരസിംഹത്തിന്റെ അടുത്ത് ആ ഒരു പ്രേമ ഭക്തിയോടുകൂടി ചെന്ന് നിൽക്കുകയാണ് കൊച്ചുകുട്ടിയായിരിക്കുന്ന പ്രഹ്ലാദൻ. അവിടെ നമുക്ക് നെഗറ്റീവ്, പോസിറ്റീവ്, പ്ലസ്, മൈനസ് ഒന്നുമില്ല. ഏറ്റവും ഉയർന്നത്, കാരണം ഏറ്റവും ഉയർന്ന തലം അതാണ്. ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് ഈശ്വരനെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കർമ്മത്തിന്റെ ഫലമായിട്ട് നമ്മൾ എന്നത് അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് അവിടെ പ്ലസ് ആൻഡ് മൈനസ് ഇല്ല അല്ലേ. അപ്പൊ ഇത് നിയമമാണ്. അപ്പൊ സുരൻ അസുരൻ എന്ന് പറയുന്ന രണ്ട് തലം എന്താ? ജ്ഞാനം എന്ന് പറഞ്ഞാല് സുരൻ, ആ ഒരു സുരൻ എന്ന് പറഞ്ഞ ജ്ഞാനം, ദേവന്മാരെന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം, ജ്ഞാനം. അപ്പൊ ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഖണ്ഡാസുരൻ ശൂന്യ നഗരത്തിലാണ് അല്ലെ. അവിദ്യ, പൂർണ്ണമായിരിക്കുന്ന അജ്ഞാനം. അപ്പൊ ഈ പറഞ്ഞ ശൂന്യത എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിക്കും പറഞ്ഞാല് പൂർണ്ണമിത നമ്മൾ ശരിക്കും നമ്മുടെ മന്ത്രം തന്നെ പൂർണ്ണമത പൂർണ്ണമിതം. അപ്പൊ ശരിക്കും പൂർണ്ണമാണെങ്കിൽ ഈ അജ്ഞാനത്തെ മാത്രം നമ്മളൊന്ന് മാറ്റിക്കളഞ്ഞാൽ മതി. അപ്പോ എന്താ പറയാ, ആ ഒരു എന്താ നമ്മുടെ ഒരു എങ്ങനെയാണ് ഒരു ദേവി ഉപാസകൻ തന്റെ പൂജകളൊക്കെ എന്താ പറയാ രഹസ്യം എന്ന് പറയാൻ കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവിയാണ് അല്ലെ. അപ്പൊ തന്റെ ഒരു വിധി നിഷേധങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ എന്താണോ ദേവിയുമായിട്ടുള്ള ബന്ധം അത് നമ്മൾ മാത്രം അറിയാനേ പാടുള്ളൂ. അതുകൊണ്ടാണ് അന്തർമുഖ ദേവതായേ നമ എന്ന് പറയുന്നത്. ശരിക്കും ഒരു സാധകൻ എന്ന് പറഞ്ഞത് അന്തർമുഖ ദേവതയെ വരിച്ച ആളാണ്. ഇല്ലെങ്കിൽ ആരാണ് ഒരു മന്ത്ര ദീക്ഷ ലഭിച്ച ആളെന്ന് പറയുന്നത്? മന്ത്രം എന്ന് പറഞ്ഞാൽ ഉള്ളി ജപിക്കേണ്ടതാണ്. ഉള്ളില് ദേവിയെ വരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചിന്താമണി ഗ്രഹത്തില്, ചിന്തകളാകുന്ന മണ്ഡലത്തില്, നമ്മുടെ ആ ഉയർന്ന തലത്തില്, സഹസ്രാരപത്മത്തില് അല്ലെങ്കിൽ ഹൃദയപത്മത്തില് ദേവിയെ ഇരുത്തിയവരാണ് സാധകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേവി ഉപാസകരെന്ന് പറയുന്നത്. അപ്പൊ അവന്റെ യാത്ര എന്താ, എങ്ങനെയിരിക്കും? അന്തർമുഖമാണ് ഇല്ലേ. ബാഹ്യമായിട്ട് വെളിപ്പെടുത്തല് അവന്റെ ശക്തിയെ, ഉപാസന ബലത്തെ കുറിച്ച് ഒന്നും ഒരിക്കലും ഒരു ശ്രീവിദ്യ ഉപാസകൻ പുറത്ത് പറയാറില്ല. കാരണം ശ്രീവിദ്യ ഉപാസകനും പ്രകൃതി പോലും മാനിക്കുന്ന പറയുന്നത്. ഓരോ ദേവതയും ലളിതാ ത്രിപുരസുന്ദരി അംശമാണ്. എന്ത് പറഞ്ഞാലും ആ ഒരു നടക്കുന്ന ശക്തിയാണ് ഉപാസ ദേവത എന്ന് പറയുന്നത്. അത്
ദേവതാ ധ്യാനം അവന്റെ പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യം ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും. ഇപ്പൊ പൂർണ്ണ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ശിവനെയും ശക്തിയും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെ അറിഞ്ഞു എന്നർത്ഥം. ഇപ്പൊ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടുത്തെ ശക്തി തന്റെ ഉപാസനാ മൂർത്തിയുടെ അംശമാണെന്ന് കണ്ട് തന്റെ മന്ത്രത്തെ ജപിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാല് ശരിക്കുള്ള കൗളമാർഗ ആരാധന എന്ന് പറയുന്നത്. സദാ ഒരു രൂപം, സദാ ഒരു മന്ത്രം, സദാ ഒരു യന്ത്രം, സദാ ഒരു ഗുരു, ഒരു ദേവത. ഇത് മാത്രമേ ഈ ഭൂലോകത്തില് ഒരു ഉപാസകന് കർമ്മത്യാഗത്തിനുള്ള ഏക വഴിയായിട്ടിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം 9 മംഗളങ്ങളാണുള്ളത്. ഷഡ് വൈരികൾ പോയി കഴിഞ്ഞാൽ പിന്നെ 6 ജന്മങ്ങള്, അത് അല്ലേ നമ്മള് എന്താ വേണ്ടത്? 6 ജന്മങ്ങള്, നമ്മൾ 7 ജന്മങ്ങളെയാണ് നമ്മൾ പൂർവ്വ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 9 മംഗളങ്ങളിൽ ഷഡ് വൈരികള് പോണെങ്കിൽ 6 ജന്മം വേണം. 6 ജന്മത്തിൽ നമ്മുടെ ഷഡൂർമികൾ 6 ചക്രങ്ങളിൽ ഇരിക്കുന്നവരാണ് നമ്മുടെ ശത്രുക്കളായിട്ട് പറയുന്നത്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങള്. 7ാമത്തെ ജന്മം എന്ന് പറയുന്നത് ദേവി ഉപാസനയാണ്. ഈ 6 ശത്രുക്കൾ പോയി കഴിഞ്ഞാല് നമുക്ക് എത്രയും പെട്ടെന്ന് ദേവിയുടെ അടുത്ത് അല്ലെ ചിന്താമണി ഗൃഹത്തില് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ കുണ്ടലിനി രഹസ്യത്തില്, കുണ്ടലിനി യോഗത്തിലെ ഷഡാധാരങ്ങളിൽ ഓരോ ദേവതയെ കൊടുത്ത് നമ്മളെ ആ ഗ്രന്ഥികളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരത്തിൽ എത്തണമെന്ന് പറയാൻ കാരണം. ഇപ്പൊ ലളിതാ സഹസ്രനാമ ന്യാസം, അതായത് ന്യാസം എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധി എന്നാണ്. സങ്കല്പം, അതൊക്കെ എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ പൂജ ചെയ്യുമ്പോൾ വേണ്ടത് സങ്കല്പമാണ്. പ്രത്യേകിച്ച് ആത്മീയ കാര്യത്തില് ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു സങ്കല്പം, ഒരു പ്ലാൻ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ സാധാരണ പറയും ഈശ്വരൻ സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നു. നമ്മൾ പറയാതെ ഈശ്വരൻ എല്ലാം അറിയാം, പിന്നെ എന്തിനാ അങ്ങോട്ട് പറയുന്നത്? അങ്ങനെയല്ല. കാരണം നമ്മൾ എല്ലായിടത്തും വായുവുണ്ട്. നമുക്ക് കൂടുതൽ കാറ്റ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫാൻ ഓൺ ആക്കും. ഇനി അതിലും കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ AC ഓൺ ആക്കും. അപ്പൊ ആ മുറിയിൽ മാത്രം തണുപ്പ് കിട്ടും അല്ലേ? എന്താ, വായു എല്ലായിടത്തും ഉണ്ട്. നമുക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടേ? നമ്മളൊരു സങ്കല്പം ചെയ്ത് ഒരു പ്ലാൻ, ഫാൻ ഇടാം ഇല്ലേ, ഇല്ലേ AC ഇടാം എന്നൊക്കെ നമ്മൾ പറയണു. അപ്പൊ എന്താ സങ്കല്പം? എനിക്കത് കൂടുതൽ വേണം. അപ്പൊ സർവ്വവ്യാപിയായിരിക്കുന്ന ഈശ്വരനെ നമുക്ക് സർവ്വവ്യാപിത്വം കൊണ്ട് നമുക്ക് പ്രപഞ്ചത്തിൽ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. കാരണം പുറത്തിരിക്കുന്ന ദേവി, കാണപ്പെടുന്നതെല്ലാം പഞ്ചഭൂതങ്ങളും കാണപ്പെടുന്ന പ്രകൃതിയും അമ്മയാണെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ, നമ്മുടെ ഈ ചെറിയ ശരീരത്തിൽ ഇരിക്കുന്ന നമ്മുടെ ഈശ്വരനെ നമുക്ക് സാക്ഷാത്കരിക്കുന്നതാണ് ലക്ഷ്യം. നമ്മളെ ശരീരം എടുക്കുമ്പോൾ ധാരാളം ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടാകാം. കാരണം നമുക്ക് മെറ്റീരിയലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ധനം വേണം, വീട് വേണം, വിവാഹം, മക്കള്, കുട്ടികള്, അവരുടെ ഭാവി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളില് നമുക്കൊരാഗ്രഹമുണ്ട്. നമ്മളൊരു മന്ത്രദീക്ഷ സ്വീകരിക്കുമ്പോൾ, ഒരു ദേവിയെ ഉപാസനാമൂർത്തിയായിട്ട് കൊണ്ടിരുത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സങ്കല്പത്തോടു കൂടി, എന്താ, നമുക്ക് 33 ദേവകളുണ്ട് ഇല്ലേ, സപ്തകോടി മന്ത്രങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു? ആ ഒരാളോട് നമുക്ക് പൂർവ്വജന്മത്തിൽ എന്തോ വാസനയുണ്ട്, സ്നേഹമുണ്ട് അല്ലെ. അതുകൊണ്ടാണല്ലോ നമുക്കൊരു ഗുരു പരമ്പരയാണെങ്കിലും ഏതിനോടും നമുക്ക് 1000 പേര് നിന്നാലും ചിലരോട് ചില പ്രത്യേക വാത്സല്യം ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് പൂർവ്വജന്മ ബന്ധങ്ങളാണ്. അല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു സങ്കല്പം വേണം. നമ്മുടെ ഉള്ളില് ദേവിയെ കൊണ്ടിരുത്തണം. എനിക്കൊരു സങ്കല്പമുണ്ട് അമ്മ, അതിനാണ് ഞാൻ അമ്മയുടെ ഈ മന്ത്രം എടുത്തിരിക്കുന്നത്, എനിക്ക് അമ്മയെ വേണം. അത്രയും സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ വിളിച്ച് അമ്മയെ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ ഇരുത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഒരു പ്ലാൻഡ് ആയിട്ട് വേണം നമ്മൾ പോകാൻ. ഒരു പ്ലാൻ, എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിച്ചേരുക? ഇപ്പൊ നമുക്കൊരു മല കയറണമെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് എന്തൊക്കെ സാമഗ്രികൾ കൊണ്ടുപോകണം, അതിന്റെ റൂട്ട് മാപ്പ് എല്ലാം നമുക്ക് വേണം. എന്നാലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് അധികം സമയമില്ലാതെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഉപാസനാ മാർഗത്തിലെ ഏത് മീറ്റിങ്ങിനും ഒരു അജണ്ട വേണം ഇല്ലേ. അപ്പോ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ന്യാസം. ന്യാസം എന്ന് പറഞ്ഞാല് ആ ഒരു പ്രത്യേക രീതിയിൽ ഷഡംഗ ന്യാസം. അപ്പോ സങ്കല്പം എന്ന് പറയുന്നതും ന്യാസം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ആദ്യം സങ്കല്പം ചെയ്തതിന് ശേഷമാണ് ന്യാസം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ന്യാസം 6 ഉണ്ട്. 6 വൈരികളെ ഇല്ലാതാക്കാൻ. അതിനെയാണ് നമ്മളെ ഷഡംഗ ന്യാസം. നമ്മൾ കണ്ടു നമ്മുടെ ആധാര ചക്രങ്ങളിൽ 6 വൈരികൾ സ്ഥിരമായിട്ട് താമസിക്കുകയാണെന്നില്ലേ. അപ്പൊ ഇതിനെ നമുക്ക് ഇല്ലാതാക്കണം. കാരണം ഇത് ആ ഒരു സങ്കല്പത്തിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതനുസരിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മുടെ സാധനയിൽ പോകാൻ പറ്റുള്ളൂ. കാരണം ഏത് ആധ്യാത്മികതയും നമുക്ക് ഒരു ഋഷി പരമ്പരയിൽ നിന്ന് ആരംഭിച്ചതാണ്. അതാണ് സങ്കല്പം. ഇപ്പൊ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് വശിന്യാദികളാണ് ചെയ്യുന്നത്. കാരണം വശിന്യാദികളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഗണപതി സഹസ്രനാമത്തിൽ ഗണപതിയാണ് പറയുന്നത്. ഇത്
രണ്ടും മാത്രമാണ് ദേവതകൾ പറയുന്നത്. കാരണം അതുകൊണ്ട് ബാക്കിയെല്ലാം ഋഷിമാരാണ് ചൊല്ലുന്നത്. ലളിതാ പരമേശ്വരി തന്റെ വാഗ്ദേവതകളോട് ലളിതാ സഹസ്രനാമം പറയാൻ 5 കാരണങ്ങളാണ് പറയുന്നത്. കാരണം 1, അതെനിക്ക് ഏറ്റവും പ്രീതിദായകമായിരിക്കും. 2, ഇത് ആര് ചെയ്യുന്നുവോ അവർക്ക് സംസാര ദുഃഖം പോകണം. 3, ഓരോ നാമത്തിനും ഓരോ ദേവത വേണം. ശ്രീ, മാ, ത. ഇപ്പൊ 3 ലെറ്റേഴ്സ് ഇല്ലേ? ഈ 3നും ഓരോ ദേവതകൾ വേണം. 4, ജാതി മത വർണ്ണങ്ങൾ നോക്കാതെ എല്ലാവരും, അതായത് കശേരുക മുതല് അണുവായിരിക്കുന്ന ഒരു പുഴുവിനെയാണ് കശേരുക എന്ന് പറയുന്നത്, ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ ജീവി, അത് മുതല് ബ്രഹ്മാവ് വരെ ചൊല്ലാൻ സാധിക്കണം എന്ന് ശ്രീപുരത്തിലെ ശ്രീചക്രത്തിലെ വാഗ്ദേവതകളോട് ദേവി നേരിട്ട് ആവശ്യപ്പെട്ടതാണ് ഈ ലളിതാ സഹസ്രനാമം എങ്ങനെ രചിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം എന്റെ സദസ്സിൽ വന്നത് ചൊല്ലണം. ഇപ്പൊ ബ്രഹ്മാണ്ട സദസ്സിലെ പരാശക്തിയുടെ 51 പീഠങ്ങളുണ്ട്. ചിത്സഭ, ആനന്ദസഭ, ഇവ ഓരോന്നും മനുഷ്യ ശരീരത്തിലെ മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെ ഇരിക്കുകയാണ്. അപ്പൊ ആദ്യമേ തന്നെ ദേവി അമൃതയില് തുടങ്ങി ആ ഒരു ക്ഷമാദേവി വരെ, അവസാനത്തെ ദേവി അകാരം മുതൽ ക്ഷകാരം വരെ അല്ലെ, നമ്മുടെ അക്ഷരമാല അവസാനം വരെ 51 ദേവികള്. നമുക്കറിയാം മൂലാധാരത്തില് 4, സ്വാധിഷ്ഠാനത്തില് 6, മണിപൂരകത്തില് 10, ആ ഒരു അനാഹതത്തില് 12, വിശുദ്ധിയില് 16, ആജ്ഞയില് 2, അങ്ങനെ 51 അക്ഷരങ്ങള്. എല്ലാ ദേവികൾക്കും എല്ലാ ദേവികളും ഇതിലുണ്ട്. അപ്പൊ നമ്മുടെ അമ്മയുടെ സദസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമുക്ക് ക്ഷണം വേണ്ട, എല്ലാവരും വന്നു ചേരണം. കാരണം നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. പഞ്ചകൃത്യങ്ങള്, ആ ഒരു പഞ്ചേശ്വര കൃത്യങ്ങള്, ജീവനും 5 കൃത്യങ്ങളും. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ആ ഒരു 14 അധ്യായങ്ങള്, 365 വരികള്, ആ ഒരു 1000 നാമങ്ങള്. അപ്പോ ആ ഒരു ആദ്യത്തെ 3 നാമങ്ങളും ശ്രീയിൽ തന്നെയാണ് തുടങ്ങുന്നത്, അല്ലേ? ഇനി ന്യാസത്തെ കൂടെ നമുക്ക് നോക്കാം. ന്യാസത്തെ മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് 6 ഷഡ്വൈരികളിൽ നിന്ന് ആ ഉടനടി രക്ഷ നേടാന്ന് പറയുന്നു. 7ാമത്തത് അവസാനത്തെ ജന്മമായിരിക്കും. കാരണം അതിനെ ആക്കാൻ സാധിക്കണം നമുക്ക്. കാരണം ഇനി എത്ര ജന്മം കിട്ടും നമുക്കറിയില്ല. അപ്പൊ ഈ ന്യാസങ്ങൾ നന്നായിട്ട് ചെയ്തു പോകുന്നവർക്ക് അപ്പൊ ഈ ഷഡൂർമികളെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇപ്പൊ ലളിതാ സഹസ്രനാമം ഉപനിഷത്ത് പരമ്പരയിൽ നിന്നാണ് വരുന്നത്. ഉപനിഷത്ത് കാലം, അതായത് വേദകാലം, പുരാണകാലം, ഇവയൊക്കെ തന്നെ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ്, അത് ഈശ്വരനിൽ നിന്നുള്ള ആ ഒരു ദൂരമാണ് കാണിക്കുന്നത്. ഈശ്വരനിൽ നിന്ന് അകന്നു പോകുന്നു, ഇല്ലേ? നമ്മൾ എത്രത്തോളം അകലുന്നോ അത്രത്തോളം നമുക്ക് മോക്ഷത്തിനുള്ള സാധ്യത കുറയുകയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ അറിവുകൾ വികസിക്കണം, അല്ലെ? ചുരുങ്ങരുത്. അപ്പൊ ഉപനിഷത്ത് കാലം ആ ഒരു ഉപദേശമായിട്ട് ലഭിച്ച കാലമാണ് ശരിക്കും ശ്രീവിദ്യാ മന്ത്രം. ആ ലളിതാദേവിയുടെ ഈ പറഞ്ഞ എന്താ പറയാ ആ ഒരു ലളിതാ സഹസ്രനാമം എല്ലാം തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത് ചിന്തിക്കുമ്പോൾ നമ്മൾ വേദകാലത്താണ്. കാരണം അത് വേദമാണ്. കാരണം വേദത്തിന് മുകളിലുള്ള വേദമാതാവായിരിക്കുന്ന ഗായത്രി ദേവി, അതിലും ഉയർന്ന ആ ഗായത്രി ദേവിയുടെ തന്നെ ഉയർന്ന തലമാണ് ശരിക്കും പരോരജസേ സാവധവും എന്ന് പറയുന്ന ശ്രീവിദ്യാ മന്ത്രത്തിന്റെ അടിസ്ഥാന ദേവതയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരി. കാരണം 4 വേദങ്ങള്, ആ ഒരു വേദമാതാ ഗായത്രി. അപ്പൊ ഈ പറഞ്ഞ ഗായത്രി മന്ത്രത്തിന്റെ 4ാമത്തെ, നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യമായിരിക്കുന്ന ആ ഒരു മന്ത്രസ്വരൂപമാണ് ശ്രീവിദ്യാ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എന്താ പറയാ, വേദം എന്ന് പറഞ്ഞാല് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, ഭൂമിയിലുള്ളവർക്ക് പഠിക്കാൻ പറ്റിയില്ല. കാരണം എന്താ, ആ ഒരു 93% മറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് പോയപ്പോ 93% ദേവതകളും ഈ ഭൂമി വിട്ടു പോയി. 7% മാത്രമാണ് ഈ ഭൂമിയിലുള്ളത്. അല്ല, 106.5 വയസ്സില് ആ ഒരു വൈകുണ്ഠ പ്രാപ്തി ഭഗവാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാ വേദമന്ത്രങ്ങളും എല്ലാം തന്നെ ആ ഒരു മൂർത്ത സ്വരൂപത്തെ വിട്ട് അമൂർത്തമായിട്ട് ഭഗവാന്റെ കൂടെ പോയി. കലിയുഗത്തിലെ വേദത്തിന് സ്ഥാനമില്ല എന്ന് പറയാറുണ്ട്. കാരണം എന്താ, ധർമ്മം കുറയും, അധർമ്മം കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ലളിതാ സഹസ്രനാമം വായിക്കുന്നതിലൂടെ നമ്മളൊരു വേദപാരായണം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത് ലളിതാ സഹസ്രനാമം വായിക്കുന്നത്. അപ്പൊ നമ്മള് 14 അധ്യായങ്ങളുള്ള ആ ഒരു ലളിതാ സഹസ്രനാമത്തിൽ ആദ്യത്തെ 3 നാമങ്ങളും ശ്രീയിൽ ആരംഭിക്കുന്നു. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്, ഈശ്വരൻ. 6 ഗുണങ്ങള്, 6 ശരിക്കും പറഞ്ഞ ഭഗങ്ങള്, അതാണ് ഭഗവാൻ, ഭഗവതി, അല്ലെ?
ആ ഒരു ജ്ഞാനം, വീര്യം, യശസ്, ശ്രീ, വൈരാഗ്യം, കീർത്തി, മനുഷ്യന് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ ശ്രീമാത സൃഷ്ടി, ശ്രീ മഹാരാജ്ഞി സ്ഥിതി, ശ്രീമത് സിംഹാസനേശ്വരി സംഹാരം, ബാക്കിയെല്ലാം 997 നാമങ്ങളും തിരോധാനം. ആ ലാസ്റ്റ് വാക്ക്, അതായത് ശ്രീ ലളിതാംബികായേ നമ, അതിന്റെ തുടക്കം മാ, അത് പിറവി, ലാ എന്ന് പറഞ്ഞാൽ ലയം, പാതി അന്ത്യം, ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ നെഗറ്റീവ്സും ഇതിന്റെ ഇടയ്ക്കാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയിൽ എല്ലാ നെഗറ്റിവിറ്റിയും വന്ന് പൊക്കോളും. അവസാനം ആ അവസാന നാമം ശ്രീ ലളിതാംബിക എന്നത് അനുഗ്രഹം. ഇപ്പൊ ലളിതാ സഹസ്രനാമം പറയുന്നവന് മണിദ്വീപില് പ്രവേശനം ഉറപ്പാണെന്ന് പറയുന്നു. എന്തെന്നാല് താൻ പഞ്ചകൃത്യം ചെയ്യുന്നു എന്ന് ഒരു ജീവൻ തിരിച്ചറിയുന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണം. മണിദ്വീപം എന്ന് പറഞ്ഞാൽ 25 പ്രാകാരമുണ്ട്, 25 എന്താ പറയാ ടെക്നിക്കുകള്, 36 തത്വങ്ങള് ശാക്തേയത്തിൽ പറയുന്നു. ആ ഒരു ചിത് സഭ പോലെ ഉപാസകരുടെ സഭയും അവിടെ ഉണ്ട്. അവിടെ മഹാന്മാരുടെ, അതായത് ആ ഒരു മഹാന്മാരുടെ ആത്മാക്കളൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ സത്സംഗം ചെയ്ത ഒരു വ്യക്തിക്ക് ആ അവിടെ അഡ്മിഷൻ ഉറപ്പായിട്ടും കിട്ടും. മാതാപിതാക്കളുടെ അനുഗ്രഹം, കുട്ടികൾക്ക് അനുഗ്രഹം പോലെ ശ്രീദേവി അമ്മയുടെ അനുഗ്രഹം ഉള്ള ഉപാസകർക്ക് തീർച്ചയായിട്ടും ഒരു കവചം, അതായത് ആ ഒരു ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ കവചം. ഒരു സുദർശന ചക്രം അല്ലെങ്കിൽ ആ രക്ഷ കൊടുക്കും അല്ലെ. സത്സംഗമാണ് ഒരു ജീവന് വേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം എപ്പോഴാണ് ദേവി ഭക്തി ആരംഭിച്ചെന്നോ, അത് ഏത് സ്കൂളിൽ ചേർന്നാൽ എങ്ങനെ പഠിക്കണമെന്നോ, അതിന്റെ അവസാനം വരെ അത് എങ്ങനെ വേണം, ഇതൊന്നും അറിയാത്ത ഒരു ജീവന്, കാരണം ആ ഒരു എന്താണ് കാരണം, സംസാര നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത, സംസാര ബന്ധത്തിൽ കിടക്കുന്ന നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത് സത്സംഗത്തിലൂടെ തന്റെ ഗുരുവാണ് അല്ലെ. ഇപ്പൊ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ശിവൻ മായ ചേരുമ്പോൾ ജീവനായിട്ട് തീരുന്നു. നമ്മൾ ഓരോരുത്തരും ജീവനാണ്. മായ ബന്ധമുള്ളത് കൊണ്ടാണ് നമുക്ക് ശിവനെ മനസ്സിലാവാത്തത്. ജീവന് മായയെ വേറിട്ട് വെളിയിൽ വരുന്നത്, അതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. ജീവന് ഒരു മാറ്റർ, ഒരു ഉപാധി വേണം, അതിനാണ് ഒരു ശരീരം വേണമെന്ന് പറയുന്നത്. അതിലൂടെ മാത്രമേ മായയെ ജയിക്കാൻ സാധ്യമാകൂ. മായയുടെ ശരിക്കും പറഞ്ഞ അധിപൻ വിഷ്ണുവാണ്. വിഷ്ണുമായ ആനന്ദ ഭൈരവിയായിട്ട് ഇരിക്കുന്നവളാണ് ദേവി. അപ്പൊ ദേവിക്കും വിവിധ ഭാവങ്ങളുണ്ട്. ആ ജീവന്റെ മായാ തത്വം മാറ്റുന്നവളാണ് ദേവി. ജീവന് മൂന്ന് മലത്രയങ്ങളാണ് നമുക്കറിയാം: ആണവം, മായികം, കാർമികം. അപ്പൊ മൗനം എന്ന് പറഞ്ഞാല് ആത്മഭാഷയാണ്. സംസാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. സംസാരിച്ചാല് ആ ഒരു ദേവി നാമം ചൊല്ലണം എന്നാ പണ്ട് ശാക്തേയ ഉപാസകര് പറയുന്നത്. ഇപ്പൊ വാക്കുകള് മനുഷ്യനില് അഹങ്കാരം വളർത്തും, എന്നാല് ആ മൗനം ആത്മാവിനെ കാണിച്ചു തരും. ആത്മാന്ന് പറഞ്ഞാല് അഗ്നിയാണ് അല്ലെ. നമ്മുടെ ഉള്ളിൽ ചെറിയ ഒരു ദീപം, ആത്മജ്യോതി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ആത്മാവ്. ഇപ്പൊ മഹത്തത്വം എന്ന് പറഞ്ഞാല് അഗ്നി, ചൂട്. ശരീരത്തിലെ ആ അഗ്നി തത്വം ചൂട് കൊടുക്കുന്നു, അത് പോകുമ്പോൾ ശരീരം കത്തിച്ചു കളയണു. ഇപ്പൊ ജനനവും മരണവും ശരിക്കും പറഞ്ഞാല് അഗ്നിയിലാണ്. ഇപ്പൊ ദേവി താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക അല്ലെ. 3 അഗ്നികളെ, അതായത് ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം, 3 താപങ്ങളെ ഇല്ലാതാക്കുന്നവൾ ദേവി. ഇപ്പൊ ശരീരത്തിലെ ജ്ഞാനാഗ്നിയെ ഉണർത്തണം. ഇപ്പൊ പൂർവ്വമീമാംസ, ശങ്കരന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഉത്തരമീമാംസയും ജ്ഞാനത്തോടുകൂടി കർമ്മം ചെയ്യണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ആ ഒരു കാമ്യ കർമ്മത്തെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. നിഷ്കാമ്യ കർമ്മം അല്ലെ, ആ ഒരു കർമ്മം, ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് നിത്യ കർമ്മ അനുഷ്ഠാനമായിട്ട് നമ്മൾ എടുക്കണം. കാരണം നിത്യമായിട്ട് അത് മനസ്സിലാക്കി ജപിക്കണം അമ്മയുടെ അടുത്ത്. ആ ഒരു നിത്യ കർമാനുഷ്ഠാനം എന്നും ചെയ്യണം. ആ ഒരു ഈശ്വരന് വേണ്ടി നിഷ്കാമമായിട്ട് നമ്മൾ കർമ്മം ചെയ്യണു. മനുഷ്യരാണ് കാമ്യ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈശ്വരന് വേണ്ടി ചെയ്യുന്നത് എന്താ? അത് നമ്മൾ ഭഗവാനോട് ഒന്നും ചോദിച്ചിട്ടാവരുത് ചെയ്യുക. കാരണം ഭഗവാന് വേണ്ടി, അമ്മയെ അറിയാനായിട്ട് അല്ലെ, പ്രത്യേകിച്ച് കാമങ്ങളൊന്നുമില്ല, എന്തും തരാൻ കഴിവുള്ള അമ്മയെ നമ്മൾ ഒന്നുമില്ലാതെ തന്നെ ഉപാസിക്കണം. കാരണം ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ശാക്തേയ ഉപാസകന്റെ ശ്വാസ നിശ്വാസം പോലെയാണോ എന്ന് പറയുന്നു. ഇപ്പൊ കാരണഭാവേ കാര്യോ അഭാവ, കാരണമില്ലാതെ കാര്യമില്ല. രാമൻ ലക്ഷ്മണനോട് യോഗവാസിഷ്ഠത്തിൽ പറയണല്ലേ, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. നമുക്കിതൊന്നും അറിയില്ല. നമ്മൾ എന്തൊക്കെയോ മനക്കോട്ടകൾ കണ്ടെത്തുന്നു, കെട്ടിപ്പടുക്കുന്നു. അതെല്ലാം നിർത്തുന്നത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നെല്ലാം തീരുമാനിക്കുന്ന ആരാ? അമ്മയാണ്. അപ്പൊ നമ്മുടെ വിഹിത കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക.
ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് നല്ലത്, എന്താണ് ചീത്ത, ഈശ്വരനോട് അടുക്കുന്നതിനെ നമുക്ക് പുണ്യമെന്ന് പറയാം, ഈശ്വരനിൽ നിന്ന് അകലുന്നതിനെയാണ് നമ്മൾ പാപമെന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളത് അത് നമ്മൾ ചെയ്തു പോയാൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ നമ്മുടെ വിഹിത കർമ്മങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ആർക്ക് വേണ്ടി ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം? നമ്മളിപ്പോ ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് എന്താ? അതിനകത്തിരിക്കുന്ന ഈശ്വരനെ കണ്ടിട്ടാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ കർമ്മങ്ങള്, അതിന്റെ ബാധ്യതകൾ നമുക്കും വന്നു ചേരും. ഇപ്പൊ ശ്രൗതം, സ്മാർത്ഥം, വിഹിതം, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വന്നതിന്റെ ലക്ഷ്യം എന്ത്, എന്തൊക്കെ ഇവിടെ അനുഷ്ഠിക്കണം, ഇല്ലേ? ഇനി നമ്മുടെ ജനിച്ച കുലം, പാരമ്പര്യം എല്ലാം എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പരമ്പരയിൽ വരാൻ കാരണം, ഇതെല്ലാം തന്നെ നമ്മുടെ കർമ്മസഞ്ചയത്തെ ആശ്രയിച്ച് പൂർവജന്മാർജിത കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മള് എന്ത് കഴിക്കണു, എന്ത് കഴിക്കണം, എപ്പോ എവിടെ ജനിക്കണം, എവിടെ പോകണം, എല്ലാം നിശ്ചയം പോലെ നടക്കും, അല്ലെ? കൂടുതൽ കുറവുകൾ ഒന്നും അതിനകത്ത് വരില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മുടെ പൂർവ്വജന്മങ്ങൾ എങ്ങനെ സംഭവിച്ചു, ഇനി വരാൻ പോകുന്ന ജന്മങ്ങൾ വരെ ലിഖിതമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? വരാൻ പോകുന്ന ജന്മത്തിൽ ആരാണ്, പേരെന്ത്, എവിടെ ജനിക്കും, ഇതിനെയൊക്കെ മാറ്റാൻ കഴിവുള്ള ഒരു അമ്മയാണ് നമ്മുടെ ഈ ലളിതാ മഹാത്രിപുര സുന്ദരി, അല്ലെ? അതുകൊണ്ടാണ് കർത്തം അകർത്തം എന്ന് പറയുന്നത്. ചെയ്യാനും ഇനി വേണ്ട, ഇനി ഒരു ജന്മം വേണ്ട, അമ്മയെ മതി എന്ന് പൂർണ്ണമായിട്ട് ഭക്തിയിലൂടെ ശരണാഗതി ചെയ്യുന്ന ഒരു ജീവന് അതിനനുസരിച്ചുള്ള വഴി കൊടുക്കാനും അമ്മയ്ക്ക് കഴിയും. ബ്രഹ്മസത്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മത്തിന്റെ നാനാത്വം എന്ന് പറയുന്നത് അവസാനം ഏകത്വമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കും. അപ്പം ഏകം സത് വിപ്ര ബഹുദാ ഭവന്തി, ബഹുദാ വദന്തി. ലളിതോപാഖ്യാനത്തിലെ 36 അധ്യായങ്ങളില് ലളിതാ സഹസ്രനാമം പറഞ്ഞിരിക്കുന്നു. ഇതിന് 6 ഖണ്ഡങ്ങളുണ്ട് ലളിതാ ഉപാഖ്യാനത്തിൽ തന്നെ. ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു നാമം കിട്ടിയാൽ പോലും അതൊരു വലിയ നിധിയായിട്ട് കാണണം. കാരണം ദേവിയെ ഗുണനിധിയാണ്, ഗുണനിധി, ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒറ്റ ആളേ ഉള്ളൂ ഈ പ്രപഞ്ചത്തില്, അമ്മയാണ്. അപ്പൊ സഞ്ചിത പാപ വിനാശക ലിംഗം, അല്ലെ? ആ ഒരു തത് പ്രണമാമി സദാശിവലിംഗം, സദാശിവനായിരിക്കുന്ന, സദാശിവൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു സാദാഖ്യ കല, ശിവനും ദേവിയും കൂടെ ഇരിക്കുന്നത്. ഇപ്പൊ സോമൻ എന്ന് പറഞ്ഞാൽ സ പ്ലസ് ഉമ, സോമൻ എന്ന് പറഞ്ഞാൽ ശിവനും ദേവിയും കൂടി ഇരിക്കുന്ന ഭാവം. ദേവി ഉള്ളിൽ പോയില്ല എന്നർത്ഥം, ദേവി പുറത്തു വന്ന് രണ്ടുപേരും കൂടെ ആ പ്രപഞ്ച നിർമ്മാണത്തിന് ഒരുങ്ങിയിരിക്കുന്ന ആ ഒരു ഭാവമാണ് സദാശിവൻ. അതാണ് അനുഗ്രഹം. അനുഗ്രഹം നമുക്ക് സദാശിവനാണ് തരുന്നത്. അപ്പൊ ഈ ലളിത ഉപാഖ്യാനത്തില് 6 ഖണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ന്യാസഖണ്ഡം 1 ന്യാസഖണ്ഡം, 2 പൂജാഖണ്ഡം, 3 ഹോമഖണ്ഡം, 4 രഹസ്യഖണ്ഡം, 5 സ്തോത്രഖണ്ഡം, 6 മന്ത്രഖണ്ഡം. അപ്പൊ ഇതില് സ്തോത്രഖണ്ഡത്തിലാണ് ലളിതാ സഹസ്രനാമം വരുന്നത്. അപ്പൊ സഞ്ചിത പാപം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും DNA-യിലുണ്ട്. രാജ്യങ്ങള്, അവിടത്തെ ആ ഒരു ഫലങ്ങള്, അവരവരുടെ തന്നെ എന്താ പലരുടെയും സ്പർശം, ഇതെല്ലാം തന്നെ കർമ്മബന്ധമായിട്ട് ജന്മങ്ങൾക്ക് കാരണമായിട്ട് തീരും. അപ്പൊ ദേവീ നാമം മാത്രം ഒരു ലേസർ പോലെ ഇതെല്ലാം ക്ലീൻ ചെയ്യണു. സഞ്ചിത പാപം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ സഞ്ചയിച്ച് നമ്മുടെ സഞ്ചിയിലാക്കി കൊണ്ടുവന്ന പാപങ്ങളെയാണ്. അപ്പൊ ആ ശിവലിംഗത്തില് അത് നമുക്കറിയാം, നമ്മുടെ ശരീരത്തില് 4 ശിവലിംഗങ്ങൾ, മൂലാധാരത്തില്, അനാഹതത്തില്, ആജ്ഞയില്. ആ ഒരു ഇതരലിംഗം എന്ന് പറയുന്നത്, അല്ലെ? സ്വയംഭൂലിംഗം മൂലാധാരത്തില്. ആ ശിവലിംഗത്തിൽ ശക്തിയോട് ചേർന്നിരിക്കുകയാണ് ശിവനും ശക്തിയും നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പൊ ഈ ദേവീ നാമം എന്ന് പറയുന്നത് ഒരു ലേസർ പോലെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സഞ്ചിത പാപ വിനാശക ലിംഗം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ശിവനെ നമ്മള് ആ ഒരു എന്താ പറയാ, എല്ലാ പാപങ്ങളും മോചിപ്പിക്കുന്ന ആ ഒരു പൂർണ്ണമായിരിക്കുന്ന സ്ഫടിക രൂപത്തിൽ തന്നെ നമ്മുടെ ഉള്ളില് കാണണം. നമ്മുടെ ഉള്ളില്, പുറത്തല്ല. ശിവലിംഗങ്ങളെല്ലാം പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന നമ്മളെ കാണിച്ചു തരാനാണ് ഈ ശിവലിംഗം നിങ്ങളുടെ ഉള്ളിലാണ്. കാരണം ഈ ശിവലിംഗ ദർശനം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായിട്ട് തീരുന്നു. ഈ ശിവലിംഗം ഒരു പ്രാവശ്യം ഉള്ളിൽ കണ്ടാല് ആ പറഞ്ഞ എന്താ പറയാ, എല്ലാ പാപങ്ങളെയും എങ്ങനെയാണോ പാപമാകുന്ന പുല്ല് അഗ്നിയിൽ എരിയുന്ന പോലെ ഇല്ലാതായിട്ട് തീരും. ഈ ലളിതാ സഹസ്രനാമം നമ്മുടെ ശരീരത്തിലെ ആ ഒരു നിശ്വാസമായിട്ട് തീരണം. നിശ്വാസങ്ങളെ പോലെ ആവണം. അപ്പൊ ത്രിപുരങ്ങൾ 3 ഉണ്ട്. ആദ്യത്തേത് ശ്രീചക്രത്തിലെ ത്രികോണങ്ങള്, 2 പഞ്ചദശി മന്ത്രത്തിലെ 5, 6, 4 തുടങ്ങിയ 3 കൂടങ്ങള്. അതായത് വാഗ്ഭവകൂടം മുഖം ബാലാദേവി, കാമേശ്വരി എന്ന് പറയുന്ന കാമരാജകൂടം, ലളിത എന്ന് പറയുന്ന 3ാമത്തെ കൂടം ശക്തികൂടം. അപ്പോ
ആ ഒരു എന്താ പറയാ, അത് നമ്മുടെ ശക്തികൂടം ലളിതാംബികയാണ്. അപ്പോ എവിടെ എന്ത് പൂജ ചെയ്താലും അത് ഈ പറയുന്ന ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ബാലയ്ക്കാണ്, രണ്ടാമത് കാമേശ്വരിക്കാണ്, മൂന്നാമത് ലളിതയ്ക്കാണ്. ഈ 3 പേരെ നമ്മൾ പഞ്ചദശാക്ഷരി മന്ത്രം കൊണ്ട് നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ജ്ഞാന ജ്ഞാതൃ ജ്ഞേയം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞാതൃ എന്ന് പറഞ്ഞാൽ അറിയുന്ന ആള്, ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന വസ്തു. ഒരു ബീജ അണ്ഡ സംയോജനത്തിന് ശേഷം ഗർഭപാത്രത്തിനുള്ളിൽ തുടങ്ങി പുറത്തു വന്ന് വളർന്ന് മരണത്തിൽ ഈ ശരീരം കത്തിക്കുന്നവരെ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് പുറത്തു നിന്നുള്ളത് ആരുമല്ല, അകത്തിരിക്കുന്ന ഈ ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ബ്രഹ്മാവിന്റെ ആ ഒരു അഹം ബ്രഹ്മാസ്മി, ഇല്ലെങ്കിൽ ഭവാനി ഏവാഹമസ്മി, അല്ലെ, തത്വം അസി. അപ്പൊ ദേഹം യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രമാണ്. കാരണം ഈ പറഞ്ഞത് ഒന്നും പുറത്തു നിന്നല്ല നമ്മുടെ ഉള്ളില്, എല്ലാം അകത്തുണ്ട്. അകത്ത് വന്നിരുന്നാണ് ദേവി ചെയ്യുന്നത് ആ കർമ്മങ്ങള്, അല്ലെ, പല രൂപത്തിലിരുന്നു കൊണ്ട്. ശിവശക്തികളാണ് നമ്മുടെ ഉള്ളില് ആ ഒരു എന്താ പറയാ കർമ്മങ്ങളെ എല്ലാം നമ്മുടെ ഉള്ളിൽ പ്രേരണ ശക്തിയായിട്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന ശക്തി ഈ ജ്ഞാനജ്ഞാതൃ ജ്ഞേയം എല്ലാം നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ ശ്രീചക്രത്തിൽ ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിച്ചാൽ പോലും ദേവി കുടുംബത്തിലെ ഒരു അംഗമാകാൻ നമുക്ക് കഴിയും. കാരണം ഏതെങ്കിലും ഒരു ഉപാസന, ഇപ്പൊ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയെ ലഭിച്ചാൽ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത്ര ഉയർന്ന ഒരു തലമാണ് ലളിതാ മഹാത്രിപുര സുന്ദരി എന്ന് പറയുന്ന ജഗദംബികയായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവനായിരിക്കുന്ന ആ അമ്മ. ഇപ്പൊ കുണ്ടലിനിയുടെ 3 ഭാഗങ്ങളുണ്ട്. കുണ്ടലിനി മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിൽ പോയി പോകുന്നത് സുഷുമ്ന വഴിയാണ്. ആ ഒരു ഓരോ ജംഗ്ഷൻ വഴി, അതായത് ചക്രങ്ങൾ വഴി, അല്ലെ, ഊർധ്വമായിട്ടാണ് പോകുന്നത്. ദ്വാദശ ചക്രത്തിലുള്ള ആ ശിവശക്തി ശിവനുമായിട്ട് ഐക്യം പ്രാപിച്ച് കൈവല്യം നേടി തിരിച്ച് ആ ഒരു യൂട്ടേൺ എടുത്ത് ശിവയായിരിക്കുന്ന ആ ഒരു എന്താ പറയാ തിരിച്ച് ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു. അതായത് ശിഖയിലൂടെ, നമ്മുടെ ആ ഒരു സഹസ്രാരത്തിന്റെ ബാക്കിലാണ് ശിഖ, അതിലൂടെ സഞ്ചരിച്ച് തിരിച്ച് മൂലാധാരത്തിൽ മടങ്ങി വരുന്നു. ദിവസവും ഇത് എത്ര ശ്വാസം എടുക്കുന്നു അത്രയും പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ ആ ഒരു ഈ കർമ്മം നടന്നുകൊണ്ടേയിരിക്കും, അല്ലെ. അപ്പൊ പവിത്രമായിരിക്കുന്ന സ്ഥലം ശിവായൈ നമ. അപ്പൊ ശിവായൈ, നമ്മൾ നമശിവായൈ നമശിവായ. ശിവായൈ എന്ന് പറഞ്ഞാൽ എന്താ, ശിവനും ദേവിയും ചേർന്നിരിക്കുന്ന ആ പവിത്ര സ്ഥലത്തെയാണ് ശിവായ ആ ഒരു ശിവ, അതിനെയാണ് നമ്മൾ ശിഖ എന്ന് പറയുന്നത്. അപ്പൊ ശിഖായൈ നമ എന്ന് പറയുന്നത് എന്താ, ശിഖ എന്ന് പറഞ്ഞാല് പവിത്രമായിരിക്കുന്ന സ്ഥലം. ശിവശക്തി സംയോഗം കഴിഞ്ഞ് ആ സഹസ്രാരത്തിലെ നമ്മുടെ ബാക്കിലൂടെ തിരിച്ച് സുഷുമ്നയിലൂടെ മൂലാധാരത്തിലേക്ക് പോകുന്ന ദേവി, പവിത്ര സ്ഥലം. ശിവശക്തി സംയോഗം നടക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്താ പറയുക, ഏറ്റവും ഉയർന്ന സ്ഥലം, അല്ലെ. അപ്പൊ അറിയുന്ന ആള്, അറിയേണ്ടത് അറിവ്, ഇതെല്ലാം ഒത്തുചേരുന്ന ആ പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മ ഐക്യം നമ്മുടെ സഹസ്രാരത്തിലാണ് നടക്കുന്നത്. ശ്രീചക്രത്തിലുള്ള ത്രികോണം ശരീരത്തില് നമുക്ക് കണ്ട് നമുക്കത് മനസ്സിലാക്കി ഈ ഒരു യാത്ര നമുക്കും ചെയ്യാം. മന്ത്ര ഉപദേശം ലഭിക്കണമെന്ന് മാത്രം. ഇപ്പൊ 43 ത്രികോണങ്ങൾ ശ്രീചക്രത്തില് ഉണ്ട്, അത് ശരീരത്തിലുണ്ട്. ബാഹ്യമായിരിക്കുന്ന ശ്രീചക്രം നമുക്കിത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനിയുള്ള ഏതെങ്കിലും ഒരു ദേവതയെ നമ്മൾ ഉപാസിക്കണമെങ്കിൽ പോലും നമ്മൾ ആ ലളിതാ ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. കാരണം ആ ഇരിക്കുന്ന എല്ലാ ദേവതകളും ലളിതാ ത്രിപുര സുന്ദരിയുടെ അതേ ശക്തി തന്നെയാണ്. എങ്ങനെയാണോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചിത് ശക്തി, നമ്മുടെ ആത്മാവ് ലളിതാ ദേവിയുടെ അംശം, അതുപോലെ ഈ കാണപ്പെടുന്ന ചതുഷ്ഷഷ്ടി കോടി ദേവതകളും ദേവി തന്നെയാണ്. ഒരു ദേവതയുടെ അനുഗ്രഹം കിട്ടിയാൽ മതി, ലളിതാ ദേവിയുടെ അനുഗ്രഹം കിട്ടിയതിന് തുല്യാണ്, അല്ലെ. ലളിതാ സഹസ്രനാമത്തിന് പൂർവഭാഗം, മധ്യഭാഗം, ഉത്തരഭാഗം. ആ പൂർവഭാഗത്തില് 51 ശ്ലോകങ്ങളുണ്ട്. ആ ഹയഗ്രീവന് അഗസ്ത്യ സംഭാഷണം. മധ്യഭാഗത്തില് ആ ഒരു 182 ശ്ലോകങ്ങൾ, 182.5 ശ്ലോകം എന്ന് പറയുന്നു. പിന്നെ ഫലശ്രുതിയില് 86.5 ശ്ലോകം. ടോട്ടലി 640 ലൈനുകൾ, അതായത് 3 ഖണ്ഡം. 365 ശ്ലോകമുള്ള ലളിതാ സഹസ്രനാമം ഒരു വർഷത്തെ ആണ് നമ്മളെ കാണിക്കുന്നത്. കാരണം ഒരു വർഷം എന്ന് പറഞ്ഞാല് 365 ദിവസം, അല്ലെ. അപ്പൊ സപ്തകോടി മന്ത്രങ്ങൾക്ക് മൂല കാരണം ആ ഒരൊറ്റ മന്ത്രമാണ്. ഏതാണ് ആ മന്ത്രം? ആ ഒരു ഏകമാത്രാ മന്ത്രം, ആ ഏകമാതാ മന്ത്രം, അതിനെയാണ് നമ്മൾ ഹ്രീംകാരം എന്ന് പറയുന്നത്.
നമ്മൾ അതിനെ ദേവി പ്രണവം എന്ന് പറയും അല്ലെ. ഹ്രീംകാരം, ഓംകാരം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന പരബ്രഹ്മം. അതിൽ നിന്ന് ഹ്രീംകാരം എന്ന് പറയുന്ന ദേവി പ്രണവത്തിലൂടെയാണ്, ഭുവനേശ്വരി ബീജമാണത്. ഈ പ്രപഞ്ചമായിട്ട് വിരിയുന്ന, ഈ പ്രപഞ്ചത്തെ ഭവാനിയായിട്ട് ദേവി വരുന്ന ആ മന്ത്രത്തെയാണ് ഹ്രീംകാരം. നമ്മൾ ഹ്രീംകാരത്തെ കുറിച്ച് പൂർണ്ണമായിട്ടൊരു ഒരു സത്സംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. അപ്പൊ ഹ്രീം എന്ന് പറയുന്ന ഈ 3 കൂടങ്ങളുടെയും അവസാനത്തെ മന്ത്രം എന്ന് പറയുന്നതാണ് ഹ്രീംകാരം. അപ്പൊ ഭാരത മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമുള്ള മണ്ണാണ് ഇല്ലേ. അപ്പൊ അവിടെ ജനിച്ചാല്, ആ ഭക്ഷണം കഴിച്ചാല്, അവിടെ മരിച്ചാൽ എല്ലാം പുണ്യമാണ്. കാരണം എന്താ? ഓരോരുത്തരുടെയും ശരീരത്തിൽ എല്ലാ ശക്തികളും ഉണ്ട്. ഈ 51 ശക്തിപീഠങ്ങളും ഈ ഭാരത മണ്ണിലാണ് ബാഹ്യമായിട്ട് പറയുന്നത്. കണ്ണിലെ കൃഷ്ണപ്രഭയായിട്ട് കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആകർഷണ ശക്തിയുണ്ട്. സൂര്യൻ, സോമൻ, അഗ്നി, ഈ 3 കലകളുണ്ട്. ഇപ്പൊ ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ നാമത്തിലെ മാലയായിട്ട് ചേർന്നിരിക്കുകയാണ് ഈ ശക്തികളെല്ലാം തന്നെ. പിന്നെ നമുക്ക് അഗസ്ത്യൻ ഗുരുവാണ്, ലോപാമുദ്ര ഗുരുവാണ്. അക്ഷരങ്ങളില് അതായത് എങ്ങനെയാണോ ഗീത, ഗായത്രി, ഗംഗ എല്ലാം നമുക്ക് പ്രധാനം, അതുപോലെ ഇതെല്ലാം തന്നെ ഈ ലളിതാ സഹസ്രനാമത്തില് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അതായത് ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ലളിതാ ത്രിപുരസുന്ദരിയെ വണങ്ങുമ്പോൾ നമ്മള് എന്താ പറയാ, അദൃശ്യമായിട്ട് ഈ പറയുന്ന എല്ലാ ദേവതകളെയും നമസ്കരിക്കുകയാണ്. ഇപ്പൊ ഫിസിക്കലായിട്ട് നമുക്ക് 3 ത്രിപുരങ്ങള് എവിടെയാണ് ഇരിക്കണമെന്ന് ചോദിച്ചാല്, ആദ്യത്തേത് എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും പുറത്താണുള്ളത്, ആ ഒരു ക്ഷീരസമുദ്രത്തില്. രണ്ടാമത്തെ ഖണ്ഡം എന്ന് പറയുന്ന, രണ്ടാമത്തെ ഖണ്ഡം, മൂന്നാമത്തെ ഖണ്ഡം, അത് ശരിക്കും പറഞ്ഞാൽ മേരു പർവ്വത ശിഖരത്തിൽ ഇരിക്കണമെന്ന് പറയുന്നു. ബ്രഹ്മാണ്ടം എന്നാല് ഭുവനത്തിനുള്ളിലാണ് വരുന്നത്. 724 ഭുവനങ്ങളാണ്. ഒരു ഭുവനത്തിൽ ലക്ഷക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങള്, ലക്ഷക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് സൂര്യന്മാര്, സൗരയൂഥങ്ങൾ വേറെ, ആയിരക്കണക്കിന് ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണുക്കൾ എല്ലാം ഉണ്ട്. 6 ട്രില്യൺ ലൈറ്റ് ഇയേഴ്സിന് അപ്പുറത്ത് ഒരു ക്ഷീരസാഗരം ഉണ്ടെന്നും അവിടെ ഒരു കുമ്പിൾ ജലമെടുത്താൽ സപ്തസാഗരങ്ങളും നിറഞ്ഞു കവിയുമെന്ന് ശാസ്ത്രം പറയുന്നു. രഹസ്യ ഉപാസന എന്നാല് ഉള്ളിൽ ചെയ്യേണ്ടത് അല്ലെ, വെളിയിൽ ചെയ്യേണ്ടതല്ല. ഇപ്പൊ പരാശക്തിയുടെ ആ ഒരു ഔട്ടർ ഫേസ് എന്ന് പറഞ്ഞാല് വിഷ്ണു സഹസ്രനാമമാണ്. അപ്പൊ പരാശക്തിയുടെ ഇന്നർ ഫേസ് ആണ് ലളിതോപാസന എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത് ഗുഹ്യ ഉപാസനയാണ്, അന്തർക്രിയയാണ്. തന്ത്രമന്ത്രങ്ങളെല്ലാം ഉള്ളിൽ ചെയ്തെങ്കിലേ വെളിയിൽ നമുക്ക് അതിന്റെ ഫലം കിട്ടുള്ളൂ. വെളിയില് ചെയ്താല് ഉള്ളില് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നല്ലാതെ ഫലം കിട്ടില്ല. കാരണം അതാണ്, വെളിയിൽ ചെയ്യുന്നതെല്ലാം ചാരത്തിലിടുന്ന പോലെയാണ്. കാരണം വെളിയിൽ ചെയ്യുന്നതിന്റെ ഒരുപാട് ശുദ്ധികൾ നമുക്ക് ആവശ്യമുണ്ട്. അതേസമയം അന്തർയാഗം എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നതെല്ലാം തന്നെ എന്തെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ഉള്ളില് ലഭിക്കും, ഉറപ്പാണ്. അപ്പോ എന്താ പറയാ, വെളിയിൽ ചെയ്താല് ശരിക്കും പറഞ്ഞാൽ ആ ചെയ്യുന്ന ആളിന് മാത്രമേ കിട്ടുള്ളൂ ഇല്ലേ. എന്നാൽ ഉള്ളിൽ ചെയ്യുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കും സങ്കല്പം കൊണ്ട്. ഇതാണ് വ്യത്യാസം. നമുക്ക് 3D 4D 5D 7D അതിനപ്പുറം മനസ്സ് എന്നത് തന്നെ വേറൊരു, ശരിക്കും പറഞ്ഞാല് ഒരു പ്രത്യേക കോൺഷ്യസ് തലത്തിലാണ് മനസ്സുള്ളത്. മനസ്സ് എവിടെയാണ് ഇരിക്കണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ലളിത ഉപാസന എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഹയസ്റ്റ് ലെവലിലുള്ള ഉപാസനയാണ്. അത് എന്താ പറയാ, എക്സ്പാൻഡ് ചെയ്ത് വ്യാപിപ്പിച്ച് ആ ശക്തിയുടേതായിട്ട് നമ്മൾ തീരും അവസാനം. കടാക്ഷ കെങ്കരീഭൂത കമലാകോടി സേവിത. അപ്പൊ ഈ ദേവിയെ ഉപാസനാമൂർത്തിയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയില് ഈ ദേവി തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും. അപ്പൊ മറ്റു ദേവതകളെ എല്ലാം തന്നെ ഈ ഉപാസനാ ശരീരത്തിലേക്ക് വന്നു ചേരും. അതുകൊണ്ടാണ് ലളിത ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടാല് എണീറ്റ് നിന്ന് കാലില് നമസ്കരിക്കണം എന്ന് പറയുന്നത്. കാരണം ലളിതാദേവി ഇരുന്ന് കഴിഞ്ഞാല് ആ ബാക്കിയുള്ള ദേവതകൾക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. ആ എല്ലാ ദേവതകളുടെയും പ്രസൻസ് ആ ശരീരത്തിൽ ഉണ്ടാകും. അതുപോലെ നമ്മൾ ജീവിക്കണം, ധാർമ്മികമായിട്ടൊരു ജീവിതമായിരിക്കണം ആ ലളിത ഉപാസകൻ ചെയ്യേണ്ടത്. ആ വ്യക്തി കാലെടുത്തു വെക്കുന്ന സ്ഥലം പോലും പുണ്യ ഭൂമിയായിട്ട് തീരും. ഒരു മന്ത്രം എന്നാല് അത് ശക്തിയുടെ ഉറവിടമാണ്. ന്യാസം എന്നാൽ എന്താ, ആ ഒരു ഏകത്വ മനോഭാവത്തെ കൊണ്ടുവരുന്നതാണ് അല്ലെ. ഇപ്പൊ ശുദ്ധം എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്നത്. എവിടെയാണോ കോൺസെൻട്രേഷൻ ഉണ്ടോ അവിടെ ചൂടുണ്ടാകും. ഇപ്പൊ ഋഷിമാര് ആ സാധ്യത്തെ അറിഞ്ഞവരാണ്. ഇപ്പൊ ചേതനയെ ഉണർത്തി ചൈതന്യവത്താക്കുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ഉപാസന എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ആ ഒരു ഋഷിമാര് ആ ഒരു സാധ്യ വസ്തു ഉണ്ടെന്നും അതിനെ നമുക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് നമ്മൾ അറിഞ്ഞ്
അത് ആ രീതി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ആ സുപ്രീം ബ്രഹ്മനുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്തിലൂടെ? മന്ത്രത്തിലൂടെ. അപ്പൊ ദൈവ ചൈതന്യത്തെ ശരീരത്തിൽ എവിടെ സങ്കല്പിക്കുന്നുവോ അവിടം ചേതന കൊടുത്ത് ചൈതന്യവത്താക്കി തീർക്കാൻ സാധിക്കും. അവിടെ ശുദ്ധമായിട്ട് തീരും. അപ്പൊ എനർജി ഉണ്ടാകും. ഇപ്പൊ ഷോഡശ ന്യാസം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ന്യാസത്തെ കുറിച്ചുകൂടെ നമ്മൾ കുറച്ച് അറിഞ്ഞിരുന്നാല് ഇത് എപ്പോ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോഴും ന്യാസം ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലെ? ഇപ്പൊ ഷോഡശ ന്യാസം ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ലഘുന്യാസം, ഒന്ന് മഹാന്യാസം. രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഓരോ പ്രത്യേക ദേവതയാണ് ന്യാസം ചെയ്യുന്നത്. ലഘുന്യാസത്തില് എക്സ്റ്റേണൽ ആയിട്ടിരിക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ മൂവ്മെന്റ്സ്, അതിനെയാണ് നമ്മൾ ചേതന. ഇപ്പൊ ഗണപതി, നവഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, യോഗിനികള്, രാശികള്, പിണ്ടങ്ങള്, ഇവയെ നമ്മൾ ലഘുന്യാസത്തിൽ ചെയ്യും. ഇപ്പൊ മഹാന്യാസം എന്ന് പറഞ്ഞാല് പ്രപഞ്ചം, ഭുവനം, മൂർത്തികള്, മന്ത്രം, ദേവത, മാതൃക, 3 വിധത്തിലുള്ള പൂജ, യാഗങ്ങള്. ലളിതാ സഹസ്രനാമത്തില് അന്തർയാഗം, അല്ലെ, അത് മനസ്സിൽ ചെയ്യും. ബഹിർയാഗം എന്ന് പറയുന്നത് വെളിയിലെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. ഇപ്പൊ കദംബ പുഷ്പപ്രിയായി നമ എന്നൊരെണ്ണം ഉണ്ട്, അല്ലെ? ഇപ്പൊ സ്ത്രീ ചിത്തം അല്ലെങ്കിൽ സ്ത്രീ വാസന, വാസന എന്നാൽ ഭക്തരുടെ ഭക്തി എന്ന അർത്ഥം. അപ്പൊ നമ്മുടെ ഉള്ളില് നല്ലതും ചീത്തയും, അതായത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഗുണങ്ങളെയാണ് നമ്മൾ വാസന എന്ന് പറയുന്നത്. ഒരു ഉപാസകന്റെ സദ്ഗുണങ്ങളിൽ പ്രിയമുള്ളവൾ. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ ചിട്ടപ്പെടുത്തിയ 64 ഉപചാരങ്ങളുണ്ട്. മഹായാഗം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ 8 വിധത്തിലുള്ള പൂജ. 8 × 8 64 കോടി യോഗിനികള്, 64 ചതുഷ്ഷഷ്ടി ഉപായങ്ങള്, സർവോപചാര പൂജ. പരശുരാമനാൽ ചിട്ടപ്പെടുത്തിയതാണ് ഇത്. കാരണം വിപുലമായിരിക്കുന്ന ഒരു യാഗമാണ്. അതിനെയാണ് മഹായാഗം എന്ന് പറയുന്നത്. അവസാനം ശിവപര്യങ്കത്തിൽ പ്രവേശിപ്പിക്കും ദേവിയെ. ഒരു സാധകൻ ഒരു കുട്ടിയായിരുന്നത് തന്റെ അമ്മയായിരിക്കുന്ന ദേവിക്ക് ഉപചാരങ്ങളെല്ലാം ചെയ്താൽ പിന്നെ ഒരിക്കലും ജന്മമില്ലാത്തതായിട്ട് തീരും. കാരണം എല്ലാ 64 ഉപചാരങ്ങളും, നമ്മൾ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളെ കണ്ടു. എന്താണ് അതിന്റെ തത്വം ഒന്നും കണ്ടിട്ടുണ്ടല്ലേ? ഉയർന്നതെന്ന് പറയുന്നത് മഹായാഗമാണ്. 3 തരത്തിലുള്ള പൂജാ വിധാനമുണ്ട് ദേവിക്ക്. ലളിതാ സഹസ്രനാമം ഒരു സന്ധ്യാവന്ദനം പോലെ നിത്യ കർമാനുഷ്ഠാനമായിട്ട് എന്നും ചെയ്യണം. അങ്ങനെ ശക്തി ഉപാസന ശിവനില്, ആ ഒരു ശിവത്തില്, മംഗളത്തില് നമ്മളെ എത്തിച്ചേർക്കും. യശോദാദേവി കൃഷ്ണന് ഭക്ഷണം കൊടുക്കുമ്പോൾ, കുളിപ്പിക്കുമ്പോൾ എല്ലാം എല്ലാ ദേവതകളെയും കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് കൃഷ്ണന്റെ ശരീരത്തില്. അതുപോലെ ദേവിക്ക് ചെയ്യുമ്പോൾ എല്ലാ ദേവതകളും അവിടെ നമ്മൾ ആ ദേവിക്ക് കൊടുക്കുന്നതിലൂടെ സന്തുഷ്ടരായിട്ട് തീരും. അങ്ങനെ ആ ശക്തി ഉപാസന എന്ന് പറഞ്ഞ് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശക്തിക്ക് ആദ്യം കൊടുക്കണം. അപ്പോ പ്രസാദമായിട്ട് തീരും. ഒരു ബ്രഹ്മാണ്ട ദേവതകൾ മുഴുവനും ഈ ശരീരത്തിൽ ഇരിപ്പുണ്ട്. ആ ഒരു കോസ്മിക് ബോഡി, ആ ഒരു പിണ്ടാണ്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ആ ഒരു കോസ്മിക് ബോഡിയും നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ഈ പിണ്ടാണ്ട ശരീരം രണ്ടും ഒന്ന് തന്നെയാണ്. ആ കോസ്മിക് ബോഡി പ്രപഞ്ച ശരീരത്തിലുള്ളതെല്ലാം തന്നെ ഈ പിണ്ട ശരീരത്തിൽ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ശിവനായിട്ട് മാറണം ജീവൻ. നമ്മളിപ്പോ ജീവൻ ഈ ശരീരത്തിൽ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു ശക്തിയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ശക്തിയാണ് നമ്മൾ ശിവം, മംഗളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചെറിയ ജീവനെ ഈ പറയുന്ന ദേവിയിലൂടെ, ദേവിയുടെ ആരാധനയിലൂടെ അത് എന്തായിട്ട് മാറും? ജീവൻ ശിവനായിട്ട് തീരും, ഇല്ലേ? ശങ്കയില്ലാത്തവൻ ശങ്കരൻ. അപ്പോ ആ ഒരു വരത്തിനും സംഹാരത്തിലും എല്ലാം തന്നെ എന്താ പറയാ, ആ ഒരു ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ട് ഒന്നിനും സംശയിച്ചു നിൽക്കാതെ നമുക്ക് അനുഗ്രഹം തരുന്ന ആളാണ് ശങ്കരൻ, അല്ലെ? ശിവനെ കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. സൂക്ഷ്മത്തിൽ അതിസൂക്ഷ്മമാണ് ശിവൻ. അപ്പൊ ഈ ശിവൻ ശക്തിയുടെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. കാരണം കൈവല്യം 5ാമത്തെ മോക്ഷപദമായിട്ട് വരും. ഇപ്പൊ ഈ പ്രപഞ്ചത്തിൽ നോക്കണമെങ്കിൽ ശിവൻ എവിടെയെന്ന് വെച്ചാൽ ശക്തിയുടെ ഉള്ളിലാണ്, അല്ലെ? ശരിക്കും പ്രളയ സമയത്ത് ശക്തി ശിവന്റെ ഉള്ളിലേക്ക് മാറും. അപ്പൊ പ്രപഞ്ചത്തെ മുഴുവനും ദേവി പിൻവലിക്കും. അപ്പൊ ശക്തി എന്നാല് ശക്തി എന്നാല് നമ്മള് ജ്ഞാന ഭക്തി, ഇല്ലേ? കർമ്മ മാർഗത്തിലൂടെ ശിവസായുജ്യത്തിനായിട്ട് ശ്രമിക്കണം. അതിനെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. കാരണം എന്നാലേ നമുക്ക് ശിവാനുഭവം ഉണ്ടാക്കണം. ശക്തി രൂപേണ സംസ്ഥിത യാദേവി സർവഭൂതേഷു. നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്? ശക്തി രൂപേണ, ശക്തിക്കാണ് നമ്മൾ സറണ്ടർ ചെയ്യണം ശിവനെ കാണാൻ വേണ്ടി. കാരണം ശക്തിയിലൂടെ മാത്രമേ നമുക്ക് ശിവജ്ഞാനപ്രദായിനിയായിരിക്കുന്ന അമ്മയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ അച്ഛനായിരിക്കുന്ന, അല്ലെ, ആ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ.
സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, കൈവല്യം. 5 തരത്തിലാണ് മോക്ഷം പറയണത്. 5ാമത്തെ കൈവല്യ മോക്ഷം ദേവിക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ദേവിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ശിവനെ കണ്ടുപിടിക്കാൻ ദേവി സഹായിക്കുന്ന അർത്ഥം. ക്ഷേത്രജ്ഞ പാലിനി, ശിവജ്ഞാനപ്രദായിനി, യോഗിനി, ന്യാസരൂപിണി, എന്തെല്ലാം പേരുകളാണ് അമ്മയ്ക്ക്. അപ്പൊ ശിവൻ തന്റെ ഉള്ളിലാണ് എന്ന് ശക്തി തന്നെ പറയുകയാണ്, അല്ലെ? അപ്പൊ ഉപാസനാമാർഗം, കർമ്മം, ജ്ഞാനം, ക്രിയാമാർഗം, ഏത് മാർഗം സ്വീകരിച്ചാലും ലക്ഷ്യം എന്തായിരിക്കണം? ദേവിയെ അടയുക, ദേവിയെ അറിയുക. ഇപ്പൊ ലോകത്തിലെ എല്ലാവർക്കും ആഹാരം ആണ് വേണ്ടത്, അല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു ഹയഗ്രീവൻ പ്രണവത്തിൽ ആദ്യം എന്താണ്? അകാരം. ആ എന്ന് പറഞ്ഞാൽ അമ്മ, ഓംകാരം എന്ന് പറഞ്ഞാൽ അകാരം, ഉകാരം, അകാരം, അല്ലേ? ആ എന്ന വിഷ്ണുവിനെ ഹാരമായിട്ട് ധരിക്കണം. ആ ഒരു വിഷ്ണു യജ്ഞമൂർത്തിയാണ്. യജ്ഞപ്രിയ, യജ്ഞകർത്തി, യജമാന സ്വരൂപിണി, അല്ലെ? എല്ലാ യജ്ഞ ആഹൂതികളും ഭക്ഷിക്കുന്നവൾ. അപ്പൊ ദേവി ശിവ ആ വിഷ്ണുവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അന്തർക്രിയ, ബഹിർക്രിയ. ഇപ്പൊ വെളിയിൽ കഴിക്കുന്നതിനെയാണ് നമ്മൾ ശരീരത്തിന്റെ, അതായത് സസ്യ ലതാദികളൊക്കെ അതിന്റെ വളർച്ചയ്ക്ക് കഴിക്കുന്ന പോലെ. അപ്പൊ ഉള്ളിലെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം, അറിവ്, അല്ലെ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ 4 പേർക്ക് ആഹാരം കൊടുക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ആണ്. ഉള്ളില് 14 പേർക്ക് ആഹാരമുണ്ട്. അന്ധകരണങ്ങള്, വെളിയിൽ ആഹാരം, പിണ്ഡം, മാറ്റർ, ഉള്ളില് എനർജി. ആ എനർജിയാണ് നമ്മൾ കഴിക്കുന്നത്. ഏത് ജന്മത്തിലാണോ ഈ പറഞ്ഞ എന്താ, ഒരു ജന്മത്തിൽ നമുക്ക് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെ? അന്തർമുഖ സമാരാധ്യ, ബഹിർമുഖ സുദുർലഭ. ഇപ്പൊ ശരീരത്തിന് ആഹാരം കൊടുക്കുന്ന പോലെ നമ്മൾ അകത്തിരിക്കുന്ന ആ ആളുകൾക്ക് നമ്മൾ ജ്ഞാനമാകുന്ന, അറിവാകുന്ന ഭക്ഷണം കൊടുക്കണം. കാരണം എല്ലാവർക്കും വേണ്ടത് ശരീരസുഖം, മനസുഖം, ആത്മസുഖം, അല്ലെ? ഇത് 3 ലഭിക്കണം എന്നാണ് നമ്മൾ ഭഗവാനോട് പറയുന്ന, അമ്മയോട് ചോദിക്കുന്നത്. അപ്പൊ വായു നമ്മുടെ ഒരു ആഹാരമാണ്. നമ്മൾ ശ്വസിക്കുന്ന ആ വായു, അല്ലെ? പഞ്ചഭൂതങ്ങളില് വായു കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കാഴ്ച നമ്മുടെ ആഹാരമാണ്, കേൾവി നമ്മുടെ ആഹാരമാണ്, എല്ലാ ആഹാരങ്ങളാണ്, അല്ലെ? കാരണം ഒന്നിലൂടെ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിൽ കിട്ടുന്നതെല്ലാം തന്നെ ഭക്ഷണമാണ്. ഇപ്പൊ കേൾക്കുന്നതെല്ലാം മനസ്സിൽ കൊണ്ടിടുന്നു, കാണുന്നതെല്ലാം മനസ്സിൽ കൊണ്ടിടുന്നു, ഇല്ലേ? അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. അപ്പൊ എച്ചിലല്ലാത്ത ഒരേ ഒരു പൊരുൾ എന്ന് പറയുന്നത് ഈശ്വരനാണ്. നമ്മൾ ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണത്തിന്റെ ബാക്കി, അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ശരീരം ഒരു എച്ചിലാണ്. ഇതിനകത്തിരിക്കുന്ന ഒരു പൊരുള്, അത് ഈശ്വരൻ, അത് പൂർണ്ണമായിരിക്കുന്ന ശുദ്ധമാണ്. വിഷ്ണുവാണ്. ആ വിഷ്ണുവാണ് ഏറ്റവും വലിയ ഒരു സംരക്ഷണം നമുക്ക് തരുന്നത്. ആ വിഷ്ണുവിന്റെ ജോലി എന്താ പറയാ? ആഹാരം കൊടുക്കണം. കലിയുഗത്തില് ആഹാരമില്ലെങ്കിൽ ചത്തുപോകും, ഇല്ലേ? ശരിക്കും പറഞ്ഞാല് ആത്മാവിന് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാതിരിക്കാം, ഇല്ലേ? അത് ഭക്ഷണം ഇല്ലാതെ കിടന്നാൽ പോലും നമ്മൾ അറിയാറില്ല പല ജന്മങ്ങളില്. കലിയുഗത്തില് നമ്മളെല്ലാം എന്താണ്? ശരിക്കും പ്രാണഗതങ്ങളാണ്. കാരണം അന്നത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം. ആഹാരമില്ലെങ്കിൽ ചത്തുപോകും എന്നുള്ള തലത്തില്. അപ്പൊ ത്രേതാ, ദ്വാപര, കൃതയുഗങ്ങളില് ആഹാരം ഇല്ലെങ്കിലും ജീവിക്കാമായിരുന്നു. ഭഗവത് നാമങ്ങള്, അതാണ് നമ്മൾ ആഹരിക്കേണ്ടത്. നമ്മുടെ എനർജി എന്ന് പറയുന്നത് അതിൽ നിന്നാണ് കിട്ടുന്നത്. ആത്മാവിനെല്ലാം ഭക്ഷിക്കാൻ സാധിക്കും. ഉള്ളില് മാനസപൂജ ചെയ്യുമ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, അല്ലെ? നല്ല സംഗീതം കേൾക്കുക, നല്ല കാഴ്ചകള്, നല്ല ചിന്തകള്, ഇതെല്ലാം ദേവിക്ക് കൊടുക്കാം. ലളിതാ സഹസ്രനാമം എന്താ എന്ന് അറിഞ്ഞവർക്ക് അത് വായിക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഒരു ഗ്ലാസ് പാലില് എന്തൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ അത് കുടിക്കാതിരിക്കാൻ പറ്റാത്തതുപോലെ. അപ്പൊ ദേഹം, അല്ലേ? അപ്പോ ഈ പറയുന്ന ദേഹം എന്താണ്? ഈ ദേഹി എന്താണ്? അപ്പൊ ഇതെല്ലാം അറിഞ്ഞ് ജപിച്ച് നമ്മൾ അതില് വിലയം പ്രാപിക്കണം. ശരിക്കും പറഞ്ഞാല് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ശരീരത്തിന്റെ, ആത്മാവിന്റെ ആ ഒരു വഴിയിലൂടെ നമുക്ക് സഞ്ചരിച്ച് എങ്ങനെ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന കൈവല്യ മുക്തി തരാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന 1000 വഴികളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലളിതാ സഹസ്രനാമത്തെ നന്നായിട്ട് പഠിച്ച് നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കി ഈ ഷഡൂർമികളെ ഇല്ലാതാക്കി, എല്ലാം അമ്മയാണ്. അമ്മയ്ക്കുള്ള ഒരു തർപ്പണം കൊടുത്ത്, എല്ലാ ആഹാരം ഉള്ളിൽ പോകുമ്പോൾ, എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സമർപ്പിച്ച് ആ ഭക്ഷണം കൊടുത്ത് നൈവേദ്യമാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഉപയോഗിക്കാൻ നമുക്ക് തന്നിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന, പ്രകൃതിയായിരിക്കുന്ന ആ പ്രകൃതീശ്വരിയായിരിക്കുന്ന നമോദേവിയെ, മഹാദേവിയെ, ശിവായെ സതതം നമ. അതിന് നമുക്ക് നന്ദി പറയണം. നമ്മൾക്ക് ഈ ശരീരം തന്ന് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച അമ്മയ്ക്ക് നന്ദി പറയണം. നമ്മളെ
എന്താ പറയാ പഞ്ചഭൂതങ്ങൾ ചേർത്ത് ഉണ്ടാക്കി അന്ധകരണങ്ങള് വെച്ച് പിടിപ്പിച്ച് ഇതിനകത്തിരുന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്ത് സാക്ഷിയായിട്ട് നമ്മുടെ സുഖ ദുഃഖങ്ങളെ എല്ലാം കണ്ടുകൊണ്ട് എല്ലാത്തിനും സാക്ഷിഭാവത്തിൽ നമ്മുടെ കൈ പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിന്റെ കർമ്മങ്ങൾ ദഹിപ്പിക്കാൻ എങ്ങനെയാണോ അമ്മ അല്ലെ നടക്കാൻ പഠിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ ദുഃഖങ്ങളിൽ കൈപിടിച്ച് ഞാൻ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞ് ആ നമ്മുടെ കൂടെ ഇരിക്കുന്ന അമ്മയ്ക്ക്, ആ ജഗദംബികയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ലളിതാ ത്രിപുര സുന്ദരിയുടെ പാദപത്മങ്ങളില് ഈ പറഞ്ഞ കർമ്മങ്ങള് അല്ലെ ജ്ഞേയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇനി ചെയ്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ചെയ്യാൻ പോകുന്നത്, അറിയുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി അറിയാനുള്ളത് എല്ലാം തന്നെ ആ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദേവിയോട് പറയാം, ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രിയംബലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാം ആ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.